വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ സ്റ്റീഫൻ മല്ലേൽ, സെക്രട്ടറി മിസ്റ്റർ ബി സാം, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരിക്കൽ ഗുരുനാനാക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സന്ധ്യാസമയത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെയും ശിഷ്യന്മാരെ ഗ്രാമക്കാർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഭക്ഷണം കൊടുക്കുവാനോ അവിടെ ഉപദേശങ്ങൾ നൽകുവാനോ ഒന്നും തയ്യാറായില്ല. ഈ ഗ്രാമത്തിൽ നിന്ന് ഉടൻ തന്നെ വിട്ടുപോകണം എന്നവരാവശ്യപ്പെട്ടു. അവസരത്തിൽ ഗുരുനാനാക്ക് ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഗ്രാമവാസികളെ നീ അനുഗ്രഹിക്കണമേ, ഇവർ ഇവിടെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, ഉപദേശങ്ങളൊക്കെ നല്ല രീതിയിൽ കേട്ടു. അവർക്ക് അവിടെ അന്തി ഉറങ്ങുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി. അവർ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു. അവിടെ രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ പോകാൻ നേരം ഗുരുനാനാക്ക് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവരെ നീ അനുഗ്രഹിക്കണമേ, ഇവരിവിടെ നിന്നും ചിതറി പാർക്കുവാനായിട്ട് നീ അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ദേഷ്യമായി. കാരണം തങ്ങളെ നിരസിച്ച ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു, ഇവരവിടെ തന്നെ സുഖമായിട്ട് പാർക്കണമേ എന്ന്. സ്വീകരിച്ച ഗ്രാമത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഇവർ ചിതറി പാർക്കണമേ. ഗുരുനാനാക്ക് പറഞ്ഞു, എന്റെ പ്രാർത്ഥന ശരിയാ. കാരണം ആ ഗ്രാമവാസികൾ ചിതറി പാർത്താൽ ഈ ദൂഷ്യ സ്വഭാവം ലോകമൊത്തം ഒക്കെ വ്യാപരിക്കും. പക്ഷെ ഈ ഗ്രാമവാസികൾ ചിതറി പാർത്താൽ ഈ നല്ല സ്വഭാവം ലോകമൊക്കെയും വ്യാപരിക്കും. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ഓർത്തു പോകും, ഇങ്ങനെ അനുഗ്രഹം ലഭിച്ച ഗ്രാമത്തിൽ നിന്നും ചിതറി പാർത്ത് ഇവിടെ വന്ന ജനങ്ങളാണോ ഈ അബുദാബി പള്ളിയുടേത് എന്നുള്ളത് ഓർക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു അർത്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ ചിതറി പാർത്ത് ഈ അനുഗ്രഹം, ഈ സ്നേഹ വാക്കുകൾ, സ്നേഹ പരിചരണങ്ങൾ മലങ്കര സഭയ്ക്ക് ആകമാനം ലഭിക്കുവാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങളെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. ഏതൊരു സിനിമയിൽ ഒരു നായകൻ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അദ്ദേഹത്തിന് അറിയത്തില്ല ആരോടൊക്കെ നന്ദി പറയണമെന്ന്. പക്ഷെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ആരോടൊക്കെ നന്ദി പറയണമെന്ന്. സമയം പോയതുകൊണ്ടും ഇരിപ്പിന്റെ അസ്വസ്ഥത കൊണ്ടും നിങ്ങൾ അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം. എങ്കിലും ആരുടെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയുന്നില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിന് സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. കാരണം ഈ ദേവാലയത്തിലേക്ക് വരുവാനും ഇവിടെ ആരാധന അർപ്പിക്കുവാനും ഈ ദേവാലയത്തിൽ ശുശ്രൂഷ അർപ്പിക്കുവാനുമായിട്ട് ലഭിച്ച ഒരു ഭാഗ്യം, മഹാഭാഗ്യമായിട്ട് കാണുകയാണ്. മലങ്കര സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം, പ്രത്യേകിച്ച് UAE വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം. എല്ലാ തിരുമേനിമാരും അതുപോലെ തന്നെ വൈദികരും ഒക്കെ സാക്ഷിച്ചിട്ടുള്ള ഈ ദേവാലയം, അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിന്റെ ശുശ്രൂഷകനായിട്ട് 3 വർഷക്കാലം ദൈവം തന്ന അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിമന്യ പീലക്സിനോസ് തിരുമേനിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അഭിമന്യ ഏലിയാസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടുമുള്ള ഈ എന്നോടൊപ്പം പ്രവർത്തിച്ച കത്തീഡ്രലിന്റെ 2008 കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി, 2009 മനയം കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി, അതുപോലെ തന്നെ 2010 ട്രസ്റ്റി സെക്രട്ടറി, മനയം കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോൾ എന്നോടൊപ്പം 6 മാസക്കാലം ഉണ്ടായിരുന്ന മനയം കമ്മിറ്റിയുടെ ട്രസ്റ്റി സെക്രട്ടറി, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ അസോസിയേഷൻ മെമ്പേഴ്സ്, അസംബ്ലി, ഡയോസിഷൻ അസംബ്ലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, സൺഡേ സ്കൂള്, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം, മർത്തമറി സമാജം, കത്തീഡ്രൽ ആരാധന കൊയർ, മെഗാ കൊയർ, അതുപോലെ തന്നെ ശുശ്രൂഷ സംഘം, എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ കാലയളവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വ്യക്തിപരമായിട്ടുള്ള നേട്ടമോ വ്യക്തിപരമായിട്ടുള്ള കഴിവോ ഒന്നുമല്ല. എല്ലാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഒന്നു മാത്രമാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.
തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും തുടർന്നും ഈ ദേവാലയത്തിലെ അംഗങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ പോകുവാൻ ലഭിച്ച ഈ അവസരം ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദി സ്നേഹവും അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികൻ, ജോയ്ക്കുട്ടി പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്രഹ്മോർ ഭദ്രാസനത്തിന്റെ ആ ഉദ്ഘാടന സമയത്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഈ ദേവാലയത്തിലേക്ക് തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് വന്നു. ഇവിടെ തീർച്ചയായിട്ടും അച്ഛൻ ഈ ദേവാലയത്തിന് അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ അതിനുള്ള അവസരം നാം ഒരുക്കി കൊടുക്കണം. എബ്രായ ലേഖനത്തില് 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. സന്തോഷത്തോടെ ആരാധന ശുശ്രൂഷ അർപ്പിക്കുവാൻ വൈദികനെ അനുവദിക്കേണ്ടുന്നത് ഇടവക ജനങ്ങളാണ്. അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യണം. അവർക്ക് ഞരക്കമുണ്ടായാൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ ദോഷം നിങ്ങൾക്കാണ് എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ചിരിച്ചുകൊണ്ട് ഒന്നച്ഛൻ ഈ ചിരി 3 വർഷക്കാലം അദ്ദേഹത്തിന്റെ മുഖത്ത് തിളങ്ങിക്കാണുവാൻ, അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ വൈദിക ശ്രേഷ്ഠനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്ത വാക്കുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലും സഹായിച്ച അനേകം വ്യക്തികളുണ്ട്. എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. ഞാൻ പോകുന്ന ഇടവകയിലായാലും അവിടെയും ദൈവത്തിന്റെ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് യാതൊരു സ്വാർത്ഥ താല്പര്യവും കൂടാതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുമ്പോൾ, എപ്പോഴും ഓർത്തു എന്ന് വരികയില്ല, എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, എനിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഈ വരുന്ന 26-ാം തീയതി ഇവിടെ നിന്നും പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 24-ാം തീയതി വെള്ളിയാഴ്ചയും 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ടും വിശുദ്ധ ആരാധന അർപ്പിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയിലൊക്കെ ദൈവം കരുതുവാനും കാക്കുവാനും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിങ്ങളെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് ഓർത്ത്, ഇല്ല എങ്കിൽ പോലും ഇടവകയായിട്ട് ഓർത്ത് എൻ്റെ വിശുദ്ധ ആരാധനകളിലും ബലികളിലും പ്രാർത്ഥിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റവാക്കില് എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.